I moved to my new apartment. Hello guys, welcome back to my channel. കുറച്ച് എക്കോ ഉണ്ടായിരിക്കും ഈ വീഡിയോയിൽ, ബട്ട് പ്ലീസ് ബെയർ വിത്ത് മീ. സോ ദിസ് ഈസ് എ മൂവിങ് വ്ളോഗ്. ഞാൻ നെതർലൻഡ്സിൽ വന്നിട്ട് ഒരു വർഷവും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 4 മാസമായി. ഈ ഒരു വർഷം 4 മാസത്തിനിടയിലുള്ള എൻ്റെ 4ാമത്തെ അപ്പാർട്ട്മെൻറ്റാണിത്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇനി കുറച്ച് വർഷത്തേക്ക് ഇത് തന്നെയായിരിക്കും എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. മൂവ് ചെയ്യേണ്ടി വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ I moved. I'm so happy and proud of myself. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തത്, എനിക്ക് കുറച്ച് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ബിക്കോസ് ഐ ലിവ് അലോൺ ഇൻ ദ നെതർലൻഡ്സ്, ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ സ്വയം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കുക, അതിലോട്ട് മൂവ് ചെയ്യുക, ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. നമ്മൾ ഈ വലുതായി ഇൻഡിപെൻഡൻ്റ് ആയി എല്ലാം സ്വന്തം ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അത് ജസ്റ്റ് ഒരു ജോലി കണ്ടുപിടിക്കുന്ന മാത്രമല്ല, വേറെ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഐ ആം സോ ഹാപ്പി. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട്. കാരണം നെതർലൻഡ്സിലാണെങ്കിൽ ഇവിടെ ഭയങ്കര ഹൗസിങ് ക്രൈസിസ് ഉണ്ടെന്ന് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോസിബിൾ ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഇമ്പോസിബിൾ എന്നല്ല, പക്ഷെ ഭയങ്കര പാടാണ്. ഇവിടെ ഒരു വീട് വാടകയ്ക്കാണെങ്കിലും, ബൈ ദ വേ ഇത് വാടകയ്ക്കാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്, ഞാൻ വാങ്ങിയിട്ടില്ല. അതിനുള്ള കാശിപ്പണം തൊട്ട് മണിയൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. എന്തായാലും ഇത് ഞാൻ റെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഞാൻ മൂവ് ചെയ്യണമെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാരണം ഞാൻ നേരത്തെ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റ് റോട്ടർഡാമിലെ 6 മന്ത്സ് ഒരു ഷോർട്ട് ടേം സ്റ്റേ ആയിരുന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു ഫെബ്രുവരി 1-ാം തീയതിക്ക് മുന്നേ എനിക്ക് മാറിക്കൊടുക്കണം. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു അത് വ്ളോഗ് ചെയ്യാമെന്ന്. വ്ളോഗ് മീൻസ് അത് റെക്കോർഡ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, എനിക്ക് പറ്റുന്നത് അവിടെ എന്തൊക്കെയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ യു ഗൈസ് ക്യാൻ വാച്ച് ദാറ്റ് ഇൻ ദിസ് വീഡിയോ ഫ്രം അപ്പാർട്ട്മെൻറ്റ് ഹണ്ടിങ്ങിന് എനിക്ക് ഒരുപാട് വ്യൂവിങ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കിട്ടിയ കുറച്ച് വ്യൂവിങ്സ്, കുറച്ചല്ല, ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ വ്യൂവിങ്ങിന് ഞാൻ വന്നപ്പോൾ ഞാൻ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തൊട്ട് കൺഫർമേഷൻ കിട്ടിയതും പിന്നെ പഴയ അപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് കാര്യങ്ങളും പാക്കിംഗ് മൂവിങ് കുറച്ചൊക്കെ പറ്റുന്നത്ര ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു മൂവ് ടു ദ നെതർലൻഡ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഒറ്റയ്ക്ക് മാറുവാണെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലത്തെ എല്ലാം അടിപൊളി സംഭവങ്ങൾ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ കുറേ ഇങ്ങനത്തെ സ്ട്രഗിൾസും കൂടെ ഉണ്ട്. എൻ്റെ സ്ട്രഗിൾ ഞാൻ ഫുള്ളായിട്ട് ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. എനിക്ക് മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള സമയങ്ങൾ വരെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വീട് കിട്ടുന്നില്ല, മാറണം, അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ച സമയങ്ങളുണ്ടായിരുന്നു. അന്നേരം നമ്മൾ അതെടുത്ത് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. എനിക്ക് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ കുറേ റെക്കോർഡ് ചെയ്ത ഭാഗങ്ങൾ ഇനി നിങ്ങൾ കണ്ടിട്ട് വരൂ. സോ ദാറ്റ് ഈസ് ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒക്ടോബർ 22 ആണ്. ഞാനിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് വ്യൂവിങ് കിട്ടി. അപ്പോൾ അത് കാണാൻ പോവുകയാണ്. വിഷ് മീ ലക്ക്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ഓൾറെഡി എനിക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള ഡിസിഷൻ ഞാൻ അറിഞ്ഞു കാണും. സോ നിങ്ങളുടെ ലക്ക് ഇറ്റ് വോണ്ട് മാറ്റർ ദെൻ. ബട്ട് സ്റ്റിൽ എനിവേയ്സ്, എൻ്റെ ബാക്കിൽ കുറേ പേരുള്ളതുകൊണ്ട് എനിക്കാണെങ്കിൽ റെക്കോർഡ് ചെയ്യാനേ ചമ്മലാവുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഈ ബിൽഡിംഗ് ഓൾറെഡി. അപ്പോൾ എനിക്ക് ലഞ്ച് ബ്രേക്കിന് ഞാൻ വ്യൂവിങ്ങിന് ലഞ്ച് ബ്രേക്ക് ടൈമിലായിരുന്നു വ്യൂവിങ് അവർ ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ ഒരു ക്ലാഷ് ഉണ്ടായില്ല. ദാറ്റ്സ് ഗുഡ്. നിങ്ങൾക്ക് ഞാൻ ബിൽഡിംഗ് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചില സമയം അവർ നമ്മളെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഇന്ന് അവർ സമ്മതിച്ചാൽ ഞാൻ എടുക്കാം. ബട്ട് എനിവേസ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ബിൽഡിംഗ് കാണിച്ചു തരാം. എന്നിട്ട് ഇനിയുള്ള ബിൽഡിംഗ് കാണിച്ചു തരാം. രണ്ടും കാണിച്ചു തരാം. ഇപ്പോൾ കാണിച്ചു തരാം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ബിൽഡിംഗ്. ആൻഡ് ഇവിടെയാണ് എൻ്റെ ഇനിയുള്ള ബിൽഡിംഗ്. ഐ ആം ഇൻ ദി എലിവേറ്റർ. പണി തീർന്നിട്ടില്ല. Can you tell me I'm scared? I'm scared. I don't know.
4th floor. ലിഫ്റ്റ് നിറങ്ങിയിട്ട് റൈറ്റിലോട്ട് പോകാനാണ് പറഞ്ഞത്. സോ ദാറ്റ്സ് വെയർ ഐ എം ഹെഡിങ് നൗ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഞാൻ നോക്കട്ടെ എങ്ങനെയാണ് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഐ വിൽ അപ്ഡേറ്റ് യു ഗൈസ്. ഓക്കെ, ഞാൻ എൻ്റെ ഓഫീസിലാണ്. എനിക്ക് ഇപ്പോൾ ജസ്റ്റ് കോൾ വന്നു, അപ്പാർട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. ഐ എം സോ ഹാപ്പി ആൻഡ് ഓൾസോ നെർവസ്. സോ let's go pack because I'm moving next week. So ദിസ് ഈസ് വാട്ട് ഐ എം ഡീലിംഗ് വിത്ത്. ഇത്രയും ഐറ്റംസാണ്, കൂടുതലും സമ്മർ ക്ലോത്ത്സ് ആൻഡ് സ്റ്റഫ്. ഇതാണ് എനിക്ക് പാക്ക് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ മേളിലുള്ളത് കൂടുതലും വിൻ്റർ ഐറ്റംസൊക്കെയാണ് വിച്ച് ഐ നീഡ്. അപ്പോൾ ഇത് ഇപ്പോൾ തൽക്കാലത്തേക്ക് പാക്ക് ചെയ്യുന്നില്ല, അതവിടെ ഇരിക്കട്ടെ. പിന്നെ കുറച്ച് വർക്കൗട്ട് ക്ലോത്ത്സ് ഉണ്ട് അടിയിൽ താഴെ, അതാണ് ഉള്ളത്. അപ്പോൾ ലെറ്റ്സ് പാക്ക് ദിസ്. So this is packing day number 2. So on day number 1 ഞാൻ ഓൾറെഡി എൻ്റെ ക്ലോത്ത്സ് ഒക്കെ ഒരുവിധം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് ലോണ്ട്രി ചെയ്തതിൻ്റെയും കൂടെ ബാക്കി തുണി ഇരിപ്പുണ്ട്. ഐ ഹാവ് ടു പാക്ക് ദാറ്റ്. പിന്നെ ഈ വക ഐറ്റംസ് പ്ലീസ് ഡോണ്ട് മൈൻഡ് മൈ ബാക്ക്ഗ്രൗണ്ട്. ഇതൊക്കെ ഞാൻ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് സംഘടിപ്പിച്ച കുറച്ച് ഐറ്റംസാണ്, ഫേർണിച്ചർ കാര്യങ്ങളൊക്കെയാണ്. കാരണം എൻ്റെ അപ്പാർട്ട്മെൻറ്റ് പുതിയതായതുകൊണ്ട് അവിടെ അൺഫേർണിഷ്ഡ് അപ്പാർട്ട്മെൻ്റ് ആണ്. സോ ഐ ഹാഡ് ടു ബൈ എവറിത്തിങ്. പിന്നെ പുതിയത് വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഞാൻ. പക്ഷേ പ്രിറ്റി ഗുഡ് ക്വാളിറ്റി ഐറ്റംസ് ആണ്, അതുകൊണ്ട് നോ വറീസ്. അപ്പോൾ എനിക്ക് ഇന്നിനി ബാക്കി ഉള്ള ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്യണം. പാത്രങ്ങളും ഇവിടുത്തെ അല്ലറ ചില്ലറ ഐറ്റംസും കാര്യങ്ങളെല്ലാം ഇന്ന് പാക്ക് ചെയ്യണം. എന്നിട്ട് നാളെയാണ് എനിക്ക് കീ കിട്ടുന്നത്, ചാവി കിട്ടുന്നത് പുതിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ. മറ്റന്നാൾ ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ചാവി ഇവർക്ക് കൊടുക്കണം. മറ്റന്നാൾ രാവിലെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ ഞാൻ 2 ദിവസം ലീവ് എടുത്തിട്ടുണ്ട് ഫുള്ള് പാക്ക് ചെയ്ത് മൂവ് ചെയ്യാനായിട്ട്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കാരണം ഈ പാക്ക് ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ,
അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഈ ഐറ്റംസൊക്കെ ഇനി അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് എത്തിക്കണം. അതിൻ്റെ അപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്താണ്, റോഡ് ക്രോസ് ചെയ്ത് ഒരല്പം നടന്നാൽ മതി, പുതിയ അപ്പാർട്ട്മെൻറ്റായി. പക്ഷെ എന്നാലും ഈ ഐറ്റംസൊക്കെ അവിടെ എത്തിക്കണ്ടേ, അപ്പോൾ അത് പാടാണ്. ബട്ട് ഐ എം റിയലി ബ്ലെസ്ഡ് വിത്ത് ദ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ വേൾഡ്. അപ്പോൾ എന്നെ എൻ്റെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി നോട്ട് എ പ്രോബ്ലം, ഐ തിങ്ക്, ഐ ഹോപ്പ്, ഫിംഗേഴ്സ് ക്രോസ്ഡ്. നാളെ എന്താ സംഭവിക്കുന്നതെന്ന് നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ബട്ട് ഫോർ നൗ ലെറ്റ്സ് ഗോ പാക്ക്. അപ്പോൾ ആദ്യം ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് യൂടെൻസിൽസ്. പാത്രങ്ങൾ പാക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി പാത്രങ്ങൾ ഇവർ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹോളണ്ട് ടു സ്റ്റേ എന്ന് പറഞ്ഞ കമ്പനിയുടെ അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഫേർണിഷ്ഡ് ആയിരുന്നു, എല്ലാം ഇൻക്ലൂഡഡ് ആണ്, പാത്രങ്ങൾ സഹിതം ഇൻക്ലൂഡഡ് ആയിരുന്നു. എനിക്കൊന്നും വാങ്ങേണ്ടി വന്നില്ല. അതിനുവേണ്ടി ഇനി പോകുന്നിടത്തെല്ലാം വാങ്ങണം. പക്ഷേ ഒത്തിരി പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവരുടേതുണ്ട്, അതൊക്കെ മാറ്റി എൻ്റെ ഐറ്റംസൊക്കെ മാറ്റി എല്ലാം പാക്ക് ചെയ്യാം. ബാ, ലെറ്റ്സ് ഗോ. ഹലോ, ടുഡേ ഈസ് ഫൈനലി മൂവിങ് ഡേ. ഇന്നലെ ഞാൻ പാക്കിംഗ് ചെയ്തിട്ട് പിന്നെ എനിക്കത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരുവിധം പാക്കിംഗ് ഒക്കെ ചെയ്തു. പിന്നെ എനിക്ക് ഐ ഗോട്ട് കോൾ ഫ്രം മൈ ഫ്രണ്ട്സ്. അപ്പോൾ അവരായിട്ടൊരു 2-2.5 മണിക്കൂർ നാട്ടിൽ നിന്ന് ഗ്രൂപ്പ് കോളായിരുന്നു വിത്ത് മൈ ഗേൾ ഫ്രണ്ട്സ്. അങ്ങനെ സംസാരിച്ച് പിന്നെ ഞാൻ റെക്കോർഡൊന്നും ചെയ്തില്ല. സോ ബട്ട് ഐ ക്യാൻ ഷോ യു ഹൗ ഇറ്റ് ഈസ് റൈറ്റ് നൗ. ഇപ്പോഴത്തെ ഒരവസ്ഥ ഞാൻ കാണിച്ചു തന്നാൽ, ആക്ച്വലി എല്ലാം പാക്ഡ് അല്ല, പക്ഷേ ഒരുവിധം ഐറ്റംസൊക്കെ പാക്ഡ് ആണ്. അവിടെ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ യെസ്, ഒരുവിധപ്പെട്ട ഐറ്റംസ് എല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ഹൗ മൈ അപ്പാർട്ട്മെൻറ്റ് ലുക്സ് നൗ. എൻ്റെ മോനെ, ഈ പാക്കിംഗ് മൂവിങ് എന്ന് പറയുമ്പോൾ അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പാക്കിംഗ് മൂവിങ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരൊക്കെ എല്ലാം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന്. ലൈക്ക് വി ഷുഡ് റിയലി ഗിവ് ദം ഓൾ ദ ക്രെഡിറ്റ്സ്. ഭയങ്കര പാടാണ് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ. ആൻഡ് ഐ ഷുഡ് ഓൾസോ ഗിവ് ക്രെഡിറ്റ്സ് ടു മൈ സെൽഫ്. കാരണം സമ്മതിക്കണം, ഒറ്റയ്ക്ക് നാട്ടിൽ നിന്ന് വന്ന് ഭാഷ പോലും അറിയാത്തൊരു രാജ്യത്ത് പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കി, ഒരാളെ പോലും അറിയാത്തൊരു രാജ്യത്ത് വന്ന് പുതിയതായിട്ട് കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കി, ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കി, സ്വന്തമായിട്ട് കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും ഷൗട്ട് ഔട്ട് ടു ഓൾ ദ പീപ്പിൾ ഓൾ അറൗണ്ട് ദ വേൾഡ് മാനേജിങ് തിങ്സ് ഓൺ ദെയർ ഓൺ. റിയലി നമ്മളെയൊക്കെ സമ്മതിക്കണം. നമ്മളൊക്കെ സൂപ്പറാണ്, അടിപൊളിയാണ്, കിടിലമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു വേണം സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ ചില സമയത്ത്. കാരണം നമ്മൾ ഒരുപാട് ഡെസ്പായി പോകും ചില സമയത്ത്, നമുക്ക് ഹെൽപ്പ് കിട്ടാതെ. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഹെൽപ്പ് കിട്ടുന്നുണ്ട്, ഐ ഹാവ് മൈ ഫ്രണ്ട്സ് ടു ഹെൽപ്പ് മീ. ബട്ട് സ്റ്റിൽ നമുക്ക് ചില സമയത്ത് നമ്മുടെ നാട്ടിൽ വീട്ടുകാരൊന്നും ഹെൽപ്പ് ചെയ്യുന്ന പോലെ ആവില്ലല്ലോ. ഇനി നാട്ടിലാണെങ്കിൽ എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അമ്മയോ പപ്പയോ ചേട്ടന്മാരോ ചേച്ചിമാരോ കസിൻസ് ആൻറ്റ്സ് അങ്കിൾസ് എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്താണ് ഓരോന്ന് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ, അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം, അങ്ങനത്തെ ഒരു ഇലാബറേറ്റ് ഫ്രണ്ട് സർക്കിൾ എനിക്കില്ല. എനിക്ക് കൂടിപ്പോയാലുള്ള എനിക്ക് ഭയങ്കര ചെറിയ സർക്കിളാണുള്ളത്. അപ്പോൾ വളരെ കുറച്ച് പേരെ എനിക്ക് അറിയാവുള്ളൂ. അതിലും കുറച്ച് പേരോടെ ഞാൻ ഹെൽപ്പും ചോദിക്കത്തുള്ളൂ. നമ്മളെല്ലാവരോടും പോയി ഹെൽപ്പൊന്നും ചോദിക്കില്ലല്ലോ. ബട്ട് എനിവേസ് ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:45. എനിക്ക് 11 മണിക്കാണ് എനിക്ക് പുതിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ 1-2 സംഭവങ്ങളും കൂടെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പോയി കീ മേടിക്കും. കീ മേടിച്ചിട്ട് തിരിച്ച് വന്നിട്ട് അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരും. എന്നിട്ട് അവന്മാരുടെയൊക്കെ സഹായത്തോടു കൂടെ ഇത് എല്ലാം അവിടെ എത്തിക്കും. അതാണ് പരിപാടി.
സോ യെസ്, ലെറ്റ്സ് ഗോ. നിങ്ങൾ ലെറ്റ്സ് ഗോ. ഹലോ, ഫൈനലി ഐ ആം ഓൾമോസ്റ്റ് ഡൺ. ഞാൻ പാക്കിംഗ് മെനിഞ്ഞാന്ന് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ മൂവിങ്ങിൻ്റെ റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് പറ്റിയില്ല. കാരണം ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു മൂവിങ് പ്രോസസ്സ് ഫുള്ള്. സോ ഐ കുഡൻ റെക്കോർഡ്. ഐ ആം സോറി അബൌട്ട് ദാറ്റ്. പക്ഷേ ഇപ്പോൾ ഞാൻ അപ്പാർട്ട്മെൻറ്റൊക്കെ ക്ലീൻ ചെയ്ത് ചാവി കൊടുക്കാൻ സമയമായി. സോ ദേ ആർ കമ്മിങ് ടു ചെക്ക് ദി അപ്പാർട്ട്മെൻറ്റ്. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. ഐ ആം ഫൈനലി മൂവിങ് to my kind of indefinite, permanent sort of apartment. Yeah, so that's the update. ഇനി പുതിയ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് കാണാം. ആൻഡ് നൗ ഐ ആം ഇൻ മൈ അപ്പാർട്ട്മെൻറ്റ്. ഞാൻ എൻ്റെ പുതിയ അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറിയിട്ട് ഇതിപ്പോൾ 5ാമത്തെ ദിവസമാണ്. ഈ അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല, വീഡിയോസിൽ ഞാൻ റെക്കോർഡ് ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇവിടെ ഇനി വേണം കുറേ പരിപാടി ചെയ്യാൻ. എനിക്ക് പ്രോപ്പറായിട്ട് ലൈറ്റ് പോലും ഇല്ലായിരുന്നു. ഇവിടെ ആകെ ബാത്റൂമിലും ടോയ്ലറ്റിലും സെപ്പറേറ്റ് ആണ്. അവിടെ മാത്രമേ ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പം എനിക്ക് ഇവിടെ എല്ലാം ഇനി വേണം വാങ്ങിക്കാൻ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് കാണിച്ചു തരാം. സോ ദിസ് ഈസ് ഹൗ മൈ അപ്പാർട്ട്മെൻറ്റ് ലുക്സ് അറ്റ് ദ മൊമെൻറ്റ്. ഇവിടെ കുറച്ച് എന്താ പറയുക, ക്രിസ്മസ് ഒരു ഫീൽ കിട്ടാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ക്രിസ്മസ് ട്രീ ആണ്. റിയൽ ക്രിസ്മസ് ട്രീ ആണ്. എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൻ എനിക്ക് മേടിച്ചിട്ട് വന്നു. പിന്നെ തറയില്ല, എനിക്കിനി വേണം തറയിടാനായിട്ട്. ഇപ്പോൾ കുറച്ച് ടാർപ്പാളം ഇട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഞാനിങ്ങനെ. പിന്നെ എന്താ പറയുക, എൻ്റെ ഡൈനിങ് ടേബിളാണത്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ സാധനങ്ങളൊക്കെ തറയിലിരിക്കുവാണ്. ഞാൻ അൺപാക്ക് ചെയ്ത് കുറച്ചൊക്കെ അൺപാക്ക് ചെയ്തു. ഇനി കുറേ അൺപാക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. ദിസ് ഇസ് ദ കിച്ചൺ. അപ്പോൾ ഏകദേശം ഇതാണ് സെറ്റപ്പ്. തറയില്ലാത്തത് കൊണ്ട് പ്ലാസ്റ്റിക് വിരിച്ചിട്ടിട്ട സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. എനിക്ക് പ്രോപ്പറായിട്ടുള്ള സംഭവങ്ങൾ ഇനി വേണം എനിക്ക് മേടിക്കാൻ. യാ, ദിസ് ഈസ് ഹൗ മൈ പ്ലേസ് ലുക്സ് നൗ. ഇനി വേണം ഇതിനെ ഒരു വീടാക്കി സെറ്റാക്കി എടുക്കാനായിട്ട്. എനിക്ക് ഈ അപ്പാർട്ട്മെൻറ്റിൽ പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു കാര്യമുള്ളത്, ബാൽക്കണി ഉണ്ട്, ഇറങ്ങാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ലോക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. ബട്ട് യാ, ദിസ് ഈസ് മൈ അപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ആൻഡ് യെസ്, ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ അപ്പാർട്ട്മെൻറ്റിനെ ഒരു വീടാക്കി മാറ്റുന്നതിനെ പറ്റിയിട്ടായിരിക്കും. ഐ എം സോ എക്സൈറ്റഡ്. ഇത് എൻ്റെ രീതിക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത്, ഞാൻ ഭയങ്കര ഒരു ഇൻറ്റീരിയർ ഡിസൈനറൊന്നും അല്ല, പക്ഷേ എൻ്റെ രീതിക്ക് കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു വീടാക്കി മാറ്റാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. സോ ഐ എം റിയലി എക്സൈറ്റഡ്. ഇത് തന്നെ ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബട്ട് എനിവേസ്, താങ്ക് യു ഫോർ ജോയിനിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ആൽഗോരിതം വിൽ തിങ്ക് ദാറ്റ് മൈ വീഡിയോ ഈസ് ഗുഡ് ആൻഡ് ഇറ്റ് വിൽ പുഷ് മൈ വീഡിയോ ടു അതേഴ്സ്. അവർക്ക് കാണിച്ചു കൊടുക്കും. ആൻഡ് ഇഫ് യു ഹാവ് എനി കമൻറ്റ്സ്, പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ഇഫ് യു വോണ്ട് ടു വാച്ച് മോർ ഓഫ് ലൈഫ് ഇൻ ദ നെതർലൻഡ്സ്, ഹൗ ഇറ്റ് ഈസ്. ഒരു സിംഗിൾ പേഴ്സൺ എങ്ങനെയാണ് നെതർലൻഡ്സിലെ ജീവിക്കുന്നത് എന്ന്. കാരണം ഒത്തിരി പേരെല്ലാം കപ്പിൾസിൻ്റെ വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെപ്പോലത്തെ ഒരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ മേ ബി യു കുഡ് റിലേറ്റ് ടു ലോട്ട് ഓഫ് ദ തിങ്സ് ദാറ്റ് ഐ ഡു ആൻഡ് ഐ സേ. So yeah, subscribe, please consider subscribing, and I will see you guys in my next video. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Ciao.